الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സൂറത്തുൽ ബഖറ 60-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കേണ്ടത്. ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളോട് അവർ കാണിച്ച നന്ദികേടുകളുമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فقلنا اضرب രണ്ട് ബായുണ്ട് وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. ഒരു സംഭവമാണ് ഇവിടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. മൂസ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ സംഭവമല്ല, ഒരു പട്ടണ പ്രവേശം അത് നടന്നത് യൂഷ പ്രവാചകന്റെ കാലത്തായിരിക്കണം എന്നാണ്. യൂഷ പിന്നോൺ. എന്നാൽ ഇനി പറയാൻ പോകുന്ന സംഭവം മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് തന്നെയാണെന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നു. മൂസ സഖാ യസ്ഖി സഖായസ്ത്രീ എന്ന് പറഞ്ഞാൽ നനച്ചു, എന്നാണ്. ചെടിയാണെങ്കിൽ നനച്ചു, മനുഷ്യനാണെങ്കിലോ കുടിച്ചു എന്നാണോ? കുടിപ്പിച്ചു അല്ലേ? കുടിപ്പിച്ചു എന്നല്ലേ വേണ്ടത്. ചെടിയെ നമ്മൾ കുടിപ്പിക്കുകയാണ്, അപ്പോഴാണ് നനയുന്നത്. നനച്ചു എന്ന് പറയാം. അപ്പൊ എന്താ പോലെ കുടിപ്പിച്ചു എന്നാണ് സഫ. ഇതിന്റെ മുവാനി യസ്തി, സഫ യസ്തി എന്നാണ്. കുടിപ്പിച്ചു. അവർ ചുട്ടുകൊള്ളുന്ന ജലം കുടിപ്പിക്കപ്പെടും അല്ലേ? എവിടെ പഠിച്ചത്? തുസ്ഖ മിൻ ഐനിൻ ആനിയ. തുസ്ഖ മിൻ ഐനിൻ ആനിയ മനസ്സിലായി. തുസ്ഖ മിൻ ഐനിൻ ആനിയ. സഫായസ്തി കുടിപ്പിച്ചു എന്നാണ് വാക്കിലാണ്. ഇവിടെ ഉള്ളത് ഇസ്തസ്ഖ എന്നാണ്. ഇസ്ത ചേർത്തിട്ടുള്ളത്.
ഇസ്തിസ്ഖ എന്ന് പറഞ്ഞാൽ വെള്ളം ആവശ്യപ്പെട്ടു എന്നാണ് അർത്ഥം. ഇസ്ത ചെയ്യുമ്പോൾ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു ആശയം വരില്ലേ? ഇസ്തഗ്ഫറ പാപമോചനം ആവശ്യപ്പെട്ടു, തേടി, അല്ലേ? അതുപോലെ ഇസ്തസ്ഖ എന്ന് പറഞ്ഞാൽ വെള്ളം തേടി എന്നാണ്. ഇതില് സത്തയിൽ നിന്ന് കൂടുതലായിട്ട് ഇസ്ത മാത്രമാണ്. ഇത്രയും സത്തയിലുണ്ട്. സീന കാത്തിയ സത്ത ഇസ്തസ്ഖ എന്നാണ്. അപ്പൊ ഇസ്രായേലിയർ വെള്ളം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇസ്രായേലിയർക്ക് വേണ്ടിയിട്ട് മൂസ അലൈഹിസ്സലാം വെള്ളം തേടി, വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച സന്ദർഭം. ഈ സത്ത എന്ന വാക്കിൽ തന്നെ വെള്ളമുണ്ട്, അല്ലേ? കുടിപ്പിച്ചു, നനച്ചു എന്ന് പറയുമ്പോൾ വെള്ളമാണല്ലോ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മാവ് വെള്ളം എന്ന് പറയാത്തത്. വെള്ളം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ്. അതിന് വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, വെള്ളം തേടി എന്നൊക്കെയാണ് വരിക. വെള്ളം തേടി, വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മഴയെ തേടിയുള്ള നമസ്കാരമുണ്ട്, അല്ലേ? എന്താ പേര് പറയാ അറബിയില്? മഴ തേടിക്കൊണ്ടുള്ള നമസ്കാരം സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്നാണ്. സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴ തേടിയുള്ള നമസ്കാരം. മഴയ്ക്ക് വേണ്ടിയുള്ള അഥവാ മഴ തേടി ഉള്ള നമസ്കാരം. അല്ലാഹുവോട് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയെ തേടിയുള്ള നമസ്കാരം എന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ് പേര് പറയുക? ഇസ്തിസ്ഖാ അതിന്റെ നാമമാണ് മഴയെ തേടൽ എന്നാണ് അർത്ഥം. ഇസ്തിസ്ഖാ അല്ലേ? തേടി. ഇതിന് മുവാരി ഉണ്ടാവില്ലേ? മുവാരി ഉണ്ടാവും. ഇങ്ങനെ വരണം, ഇങ്ങനെ വരണം. ഇവിടെ വരെ ശരിയാണ്. അവസാനം ഫീനാണ് വരിക. ഇവിടെ യാ ഉള്ളതുകൊണ്ട് യാ ഉണ്ട്. അപ്പൊ യാന് കസറായിട്ട് വരും, ഹാഫിന് കസർ. അതിനെ പറഞ്ഞു പഠിക്കാൻ വേണ്ടല്ലോ. മനസ്സിൽ വെറുതെ ഫീഡ് ചെയ്ത് വെച്ചേക്കാം. കുറച്ച് കഴിയുമ്പോൾ പിന്നെ മനസ്സിലാവും എന്താ ഇങ്ങനെയൊക്കെയാണ്. ഇതിൽ എത്ര അക്ഷരമുണ്ട്? എത്ര അക്ഷരം? 6 അക്ഷരമുണ്ട്, അല്ലേ? അറബി ഭാഷയിലെ ഏറ്റവും അക്ഷരങ്ങൾ കൂടുതലുള്ള ശൈലിയാണിത്. ഇസ്തിസ്ഖാ പോലെയുള്ള 6 അക്ഷരങ്ങളാണ് പരമാവധി അക്ഷരങ്ങൾ. അടിസ്ഥാന അക്ഷരങ്ങൾ 6 അക്ഷരമാണ് ഏറ്റവും കൂടുതലുള്ള വാക്ക്. ഏറ്റവും വലിയ വാക്കിൽ 6 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. ഇസ്തിസ്ഖാ. അതുപോലെ തന്നെയാണ് ഇസ്തഗ്ഫറ. റാക്ക് പറയാനുള്ള യാവാണ്. അതുകൊണ്ടാണ് ഉച്ചരിക്കാൻ പോകുന്നത്. ഈ യാ ഉച്ചരിക്കുന്നില്ല. വേറെ വാക്കായിരുന്നെങ്കിൽ ഉച്ചരിക്കുമായിരുന്നു. ഇസ്തഗ്ഫറ എന്നൊക്കെ ആവുമ്പോൾ. അപ്പൊ ഇസ്തിസ്ഖാ ജലാർത്ഥന, അല്ലേ എന്ന് പറയാം. ജലാർത്ഥന നടത്തി, അഥവാ വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. സന്ദർഭം ഓർക്കുക. ഇസ്തിസ്ഖാ വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. ആരാ പ്രാർത്ഥിച്ചത്? മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമാണ് പ്രാർത്ഥിക്കുന്നത്. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്? തന്റെ ജനതക്ക് വേണ്ടി, അല്ലെ? തന്റെ ജനതക്ക് വേണ്ടി. മൂസ അലൈഹിസ്സലാം അവരുടെ കൂടെ ഉണ്ട്. ഇപ്പൊ അവര് ചെങ്കടൽ കടന്ന് പിന്നെ സീന മരുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ സന്ദർഭം എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ നാം പറഞ്ഞു. അല്ലാഹു പറയാണ്, നാം പറഞ്ഞു, നാം കൽപ്പിച്ചു, നാം ആവശ്യപ്പെട്ടു. മൂസാ നബിയോട് പറയാണ്, എന്താ പറഞ്ഞത്? നീ അടിക്കുക. അടിച്ചു, അല്ലേ?
എന്നാൽ ദറബ നേരത്തെ നമ്മൾ ഏതർത്ഥത്തിലാണ് പഠിച്ചത്? 26-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ പഠിച്ചില്ലേ? ദറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉപമ പറഞ്ഞു എന്നാണ് അല്ലേ? ദറബയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ അടിച്ചു തന്നെയാണ് സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്ന അടിച്ചു എന്ന അർത്ഥമാണ് ദറബയ്ക്ക് ഇവിടെയുള്ളത്. ദറബ അടിച്ചു. ഇതിന്റെ അമ്രാണ് നീ അടിക്കുക. നീ അടിക്കുക. നീ അടിക്കുക, അടിക്കാൻ തന്നെയാണ്. അപ്പോൾ നാം പറഞ്ഞു മൂസ നീ അടിക്കുക. എന്തുകൊണ്ട് അടിക്കേണ്ടത്? ബി കൊണ്ട് അസ വടി അല്ലെ? അസ വടി, അസ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അസ വടി, വടി കൊണ്ട് അടിക്കണം. എവിടെ അടിക്കണം? അൽ ഹജർ, ഒരു പ്രത്യേക കല്ലിൽ അല്ലെങ്കിൽ പാറയിൽ അടിക്കണം. ഹജർ പാറ, കല്ല് അല്ലേ? നമുക്ക് പരിചയമുള്ള ഹജർ ഏതാണ്? ഹജറുൽ അസ്വദ്, കറുത്ത കല്ല്, ഹജറുൽ അസ്വദ്. അതിന്റെ ബഹുവചനം നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. എന്നാ ഹിജാറ. എവിടെ പഠിച്ചത്? ഹജർ ഒരു കല്ലാണ്, ഹിജാറ കല്ലുകൾ എന്നാണ്. നാം പറഞ്ഞു നീ അടിക്കുക നിന്റെ വടി കൊണ്ട് അൽ ഹജർ, ഒരു കല്ലില്. ഒരു പ്രത്യേക കല്ലാണ്, അതാണ് അൽ അൽ ചേർന്നതാണ്. ദി കല്ല് അല്ലെ? ഒരു പ്രത്യേക കല്ലാണ്. ദി ഹജർ എന്നാണ് പറഞ്ഞത്. ഹജർ ഒരു പ്രത്യേക കല്ലില് അടിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല മൂസാ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. ഇതാണ് ഈ ആയത്തിന്റെ സന്ദർഭം. മൂസാ അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളത്തിനായി പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. നാം പറഞ്ഞു നീ അടിക്കുക, നിന്റെ വടി കൊണ്ട് അൽ ഹജർ, ആ കല്ലിൽ അടിക്കുക. അങ്ങനെ മൂസാ അലൈഹിസ്സലാം അടിച്ചു. ഇതേതാ വടി? മൂസാ നബിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വടിയാണ് അല്ലേ? എപ്പോഴും വടി മൂസാ നബിയുടെ കയ്യിൽ വന്നത്? ഫിറൗന്റെ നുബുവത്ത് കിട്ടിയതിന് ശേഷമാണോ? നുബുവത്ത് കിട്ടുന്നതിന് മുമ്പേ ഉണ്ട്. മൂസാ നബി നേരത്തെ ഈജിപ്തിലാണല്ലോ അല്ലെ വളർന്നത്. ഇങ്ങനെ ഉമ്മ നൈൽ നദിയിൽ കൊണ്ടുപോയിട്ടു ഫിറൗന്റെ കൂട്ടിൽ കണ്ടെടുത്തു, കൊട്ടാരത്തിൽ വളർന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യാൽ ഒരു തിബുത്തി വധിക്കപ്പെട്ടു. ഇങ്ങനെ അദ്ദേഹം നാട് വിട്ടു. എങ്ങോട്ടാ പോയത്? മദീന പോലെയുള്ള നാട്, മദ്യൻ അല്ലെ? മദീനിലേക്കാണ് പോയത്. അങ്ങനെ മദീനിലെത്തി അവിടെ കുടുംബമായിട്ട് പരിചയപ്പെട്ടു. അവിടുന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ അമ്മോശൻ എന്താ പറഞ്ഞത്? മഹർ കൊടുക്കാൻ ആടിനെ മേയിച്ചു കൊടുക്കാൻ പറഞ്ഞു. എത്ര വർഷം? 8 വർഷം മതി എന്ന് പറഞ്ഞു. 8 വർഷം ആടിനെ മേയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ അലൈഹിസ്സലാം ആട്ടിടയനായി. അങ്ങനെയാണ് മൂസാ നബിയുടെ കയ്യിൽ വടി വന്നത്. ആ വടിയാണ് അല്ലേ? അങ്ങനെ കുടുംബവുമായിട്ട് മൂസാ നബി പിന്നീട് ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ മലമുകളിൽ ഒരു വെളിച്ചം കണ്ടു അല്ലേ? അങ്ങനെ കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് മൂസാ നബി വെളിച്ചം കണ്ട ഭാഗത്തേക്ക് പോയി. എന്തിനു വേണ്ടിയാണ്? 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒന്ന്, അല്പം വെളിച്ചം കിട്ടുമോ നോക്കട്ടെ, ചൂട്ട് കത്തിച്ചിട്ട് നിങ്ങളുടെ കൂടെ ഒന്നിച്ച് നമുക്ക് പോകാം, രാത്രിയായിരിക്കണം. അല്ലെങ്കിൽ നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഈ കായാൻ വേണ്ടിയിട്ട്, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ വെളിച്ചം അല്ലെങ്കിൽ തീ ഉപയോഗിക്കാം. ഈ ഉദ്ദേശത്തിലാണ് മലമുകളിലേക്ക് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഒരു അശരീരി അല്ലെ? ഞാൻ നിന്റെ റബ്ബാണ്, ഫഖ്ലഅൻ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കൂ, ഇന്നക്കബിൽ വാതിൽ മുഖദ്ദസിത്തുവ, നീ ഇപ്പോൾ വിശുദ്ധമായ തുവാ താഴ്വരയിലാകും എന്ന് പറയും. എന്നിട്ട് മൂസാ നബിയോട് അല്ലാഹു ചോദിക്കുന്നു, വമാ തിൽക ബിയമീനിക യാ മൂസ, അല്ല മൂസ നിന്റെ വലത് കൈയിൽ എന്താണ്?
എന്താ പറഞ്ഞത്? ഈ അസായ ഇതെന്റെ വടിയാണ് പഠിച്ചോനെ. അപ്പൊ വടി നേരത്തെ ഉണ്ട്, ആട്ടിടയനായിരിക്കുമ്പോൾ വടിയാണ്. പക്ഷെ ആ വടി വെറുമൊരു വടി മാത്രമായിരുന്നു. മൂസാനബി ചോദിക്കുന്നത് എന്താണ്, ഇതിനാണ് വടി എന്ന് ചോദിച്ചത്. പറഞ്ഞു ഈ അസായ അഥവാ ഞാൻ ഈ വടി ഉപയോഗിച്ച് കുത്തിപ്പിടിച്ച് നടക്കും. മരുഭൂമിയാണല്ലോ, അപ്പൊ ചിലപ്പോൾ കുത്തിപ്പിടിച്ച് നടക്കേണ്ടി വരും. പിന്നെ എന്താ ഉപയോഗം? എന്റെ ആടുകൾക്ക് ഇല ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്നു. വലിയ വേറെ ഒരുപാട് ഗുണമുള്ള സാധനമാണ് ഈ വടി എന്ന് മൂസാനബി പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് അൽഹിഹ, അത് നിലത്തേക്ക് ഇടും. മൂസാ അലൈഹി സ്വലാം നിലത്തേക്ക് ഇട്ടു. അപ്പോഴാണ് കുറയുന്ന ഉഗ്ര സർപ്പമായിട്ട് മാറി. അവിടെ തന്നെ മോശത്തുണ്ടായില്ല. സംഗതി നേരത്തെ മൂസാനബിയുടെ കയ്യിലുള്ള വടിയാണ്, എന്നാൽ ഇതോടുകൂടി ആ വടി മോശത്തുള്ളതായിട്ട് മാറുന്നു എന്നാണ്. കഥകൾ പലതുണ്ട് ഈ വടിയുമായി ബന്ധിപ്പിച്ച്. ഈ വടി ആദ്യം നബി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുന്നു. അങ്ങനെ പ്രവാചകന്മാരുടെ കൈമാറി ശുഐബ് നബിയുടെ കയ്യിൽ വന്നു. ശുഐബ് നബിയായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്, മൂസാ നബിയുടെ അമ്മോഷനായ ആളല്ല. അങ്ങനെ ശുഐബ് നബിയുടെ കയ്യിൽ നിന്നാണ് മൂസാ നബിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ കഥകൾ ഉണ്ട്. എന്തായാലും ഇതെത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല. അപ്പൊ ഇതാണ് വടി എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഈ വടിക്ക് ഒഴിച്ച് ഉണ്ടാവുകയാണ്. അതുവരെ കേവലം ഒരു ഇടയന്റെ വടിയായിരുന്ന വടി മൂസാ നബിക്ക് പ്രവാചകത്വം കിട്ടിയതോടുകൂടി മൊഴിജിസത്തായിട്ട് രൂപാന്തരപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ വടിയാണ്. ഈ വടി മൂസാ നബിക്ക് നേരത്തെ എന്തിനാണ് ഉപയോഗിച്ചത്? ആട്ടിടയനായിരുന്നു, അങ്ങനെ ഉപയോഗിച്ചു. പിന്നെ ചെങ്കടൽ കിളർത്തിയല്ല, ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ അല്ലാഹു പറഞ്ഞ ഇതേ വടികൾ ഞാൻ പറഞ്ഞത്, നീ സമുദ്രത്തിൽ നിന്റെ വടിയും കഴിക്കൂ. അവിടെ സമുദ്രത്തിലടിച്ചത് എന്തായി? വെള്ളം പാറ പോലെ വടിമാറി. വെള്ളം രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ വളഞ്ഞു മാറിയിട്ട് വലിയ മാറക്കെട്ട് പോലെ പർവ്വത നിര പോലെ വഴിമാറി നിന്നുമാണ്. അപ്പോൾ നിലത്തുകൂടി വഴിയിലൂടെ മൂസാ നബിയും ഇസ്രായേലിലും കടന്നുപോയി. വെള്ളത്തിലടിച്ചപ്പോൾ പാറ പോലെ ഇങ്ങനെ കടല് പിളർന്നല്ല വടിയടിച്ചപ്പോൾ. അതിനുശേഷമല്ല ഇവിടെ വന്നതും ഈ മഴ വേണം എന്ന് പറഞ്ഞ പർവ്വതത്തിലേക്ക് പോയതൊക്കെ അതിനുശേഷമാണ്. അപ്പൊ അതിന് ഈ പഠിച്ചിട്ടുണ്ടാകും. നേരത്തെ മൂസാ നബി നബി ആയിട്ട് മുതൽ മോചിതത്തുണ്ട്. മൂസാ നബി നബിയായല്ലോ, നബിയായിട്ട് വീണ്ടും പിന്നെ ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നു. എന്നിട്ടാണ് അവരുമായിട്ട് കടൽ പുറത്തേക്ക് വരുന്നത്. മോചിതത്ത് കിട്ടിയതിന് ശേഷം, പ്രവാചകനായതിനു ശേഷം ഈജിപ്തിലേക്ക് പോയി. എന്നിട്ട് അവരെ വിമോചിപ്പിക്കാണല്ലോ. ആ സമയത്താണ് ഒരാഴ്ച അടിച്ചത്. അപ്പോൾ തന്നെ മോചിതത്തുള്ള വഴിയാണ്. അപ്പം അങ്ങനെ പിന്നെ പർവ്വതം പോലെ വെള്ളം വഴിമാറിയിരുന്നു. അവര് പിന്നെ മറുകരയിലെത്തി. ഇപ്പൊ രണ്ടാമത് അടിക്കാൻ പറയുന്നത് വെള്ളത്തിന് വേണ്ടിയാണ്. വെള്ളത്തിന് വേണ്ടി എവിടെ അടിക്കാനാണ് പറഞ്ഞത്? പാറയിൽ അടിക്കാൻ പറഞ്ഞു. ഇപ്പൊ പാറയിൽ അടിച്ചപ്പോൾ വെള്ളം ഉണ്ടായി. നേരത്തെ വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം പാറ പോലെയായി. ഇപ്പോൾ പാറയിലടിച്ചപ്പോൾ വെള്ളം ഉണ്ടായി. എന്താ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത്? അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ യുക്തിക്ക് യാതൊരു പ്രസക്തിയുമില്ല. അല്ലാഹു തീരുമാനിച്ചാൽ അത് സംഭവിക്കും എന്നതാണ്. അത് തന്നെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. കത്തിയാളുന്ന ഈ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ സലാമ, തണുപ്പും സമാധാനവും ശാന്തിയുമായിട്ട് മാറി എന്ന് ഖുർആൻ. ആ നിലക്കായിരിക്കണം അല്ലാഹുവിലുള്ള നമ്മുടെ ഈമാൻ. അല്ലാഹു തീരുമാനിച്ചാൽ സംഭവിക്കാത്തതൊന്നുമില്ല എന്ന വലിയൊരു പാഠം അതിനുണ്ട്. അങ്ങനെ ആ പാറയിൽ
താങ്കളുടെ വടി കൊണ്ട് അടിക്കുക എന്ന് നാം മൂസാ നബിയോട് പറഞ്ഞു. അങ്ങനെ അടിച്ചപ്പോഴാണ് അപ്പോൾ പൊട്ടിയൊഴുകി. 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 ഖുർആനിൽ തന്നെ ഉണ്ട്. പൊട്ടിയൊഴുകി. നേരത്തെ നമ്മൾ ഫജ്ർ പഠിച്ചില്ലേ? വൽ ഫജ്ർ എന്താ അർത്ഥം? പ്രഭാതം അല്ലേ? വൽ ഫജ്ർ പ്രഭാതമാണ്. അതും ഇതുപോലെ ബന്ധമുണ്ടോ? പ്രഭാതം പൊട്ടി വിടർന്നാണ് പറയാറ് അല്ലേ? പ്രഭാതം പൊട്ടി വിടർന്നു എന്ന് പറഞ്ഞാൽ ഇരുളിനെ വകഞ്ഞു മാറ്റിയിട്ട് വെളിച്ചം പുറത്തേക്ക് പ്രത്യക്ഷമായി. ഇതുപോലെ തന്നെയാണ് ഈ പാറയെ വകഞ്ഞു മാറ്റി പാറക്കെട്ടിന് ഇടയിൽ നിന്ന് ജലം പ്രവഹിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നിനെ വകഞ്ഞു മാറ്റി മറ്റൊന്ന് പ്രത്യക്ഷമാകുന്നു അതാണ് ഫജറ എന്ന വാക്കിന്റെ അർത്ഥം. ഇൻഫജറ പൊട്ടി ഒഴുകി. അപ്പോൾ ഒട്ടും താമസമില്ല, അതാണ് ഫ ഉപയോഗിച്ചത്. അപ്പോൾ തന്നെ ഈ മുൻഫജറ പൊട്ടി ഒഴുകി. ഈ മുൻഫജറത്ത് അവൾ അഥവാ ആ പാറ പൊട്ടി ഒഴുകി. മീൻകും അതിൽ നിന്ന് പൊട്ടി ഒഴുകി. രണ്ട് ഇത്നത്താന്ന് പറഞ്ഞാൽ രണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. സാധാരണ രണ്ട് എന്ന് എണ്ണാൻ ഇങ്ങനെ പറയാം. വാഹിദ് ഇത്നാനി എന്ന് പറയാം അല്ലേ? വാഹിദ് ഒന്ന്, ഇത്നാനി രണ്ട് എന്നാണ് പറയാം. പിന്നെ ഹാനി എന്നൊരു വാക്കുണ്ട്. ഇതെന്താ? ഹാനി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് എന്നാണ്. രണ്ടാമത്തെ ഇസ്നാനി എന്ന് പറഞ്ഞാൽ രണ്ട് എന്ന് തന്നെയാണ്. ഇസ്നാനി രണ്ട്, ഹാനി രണ്ടാമത്തെ. രണ്ടാമത്തെ ക്ലാസ് എങ്ങനെ പറയാം? സ്വഫ് ഹാനി, സ്വഫ് ക്ലാസ്, ഹാനി രണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ക്ലാസ് എന്ന അർത്ഥത്തിലാണ് ഹാനി ഉപയോഗിക്കുക. എണ്ണൽ സംഖ്യ എന്ന രൂപത്തിൽ പറയുമ്പോൾ വാഹിദ് ഇത്നാനി സലാസ അങ്ങനെയാണ് പറയാം. ഇസ്നാനി രണ്ട്. അപ്പോ ഇതിന്റെ കൂടെ ഒരു കാ ചേർത്തിട്ടാണ് പറയാനുള്ളത്. ഇസ്നാനി. അപ്പോഴെന്താണ്? ഇസ്നാനി പറയുമ്പോൾ ഇതിന്റെ സ്ത്രീലിംഗമാണ്. ഇസ്നാനിയുടെ പെണ്ണാണ് ഇസ്നാനി. ഇത് സ്ത്രീലിംഗ പദമാണ്. ഇതൊക്കെ അറബിയുടെ അപൂർവമായ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞാല്. പിന്നെ എണ്ണലിൽ പോലും അല്ലേ ആണും പെണ്ണും മലയാളത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇല്ല, ഒന്ന് രണ്ട് മൂന്ന്, ഒന്നാമത്തെ രണ്ടാമത്തെ എണ്ണല്ലാതെ അല്ല, ഇതിന് പ്രത്യേകമായിട്ട് ചേർക്കണം. ഒന്നാമത്തേവൾ രണ്ടാമത്തേവൾ എന്ന് പറയാൻ വേണ്ടി പ്രത്യേക വാക്ക് ചേർക്കണം. അറബിയില് ഈ വാക്കുകളുടെ അകത്ത് തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഇന്റർലോക്കഡാണ് ഇതിലെ വാക്കുകളിലല്ല. ഒന്നും അടർത്തിയെടുക്കാൻ കഴിയാത്ത വിധം ഭദ്രമാണ് അറബി ഭാഷയുടെ ഘടന. ഇത്നത്താനി ഒഴുകി, പൊട്ടിയൊഴുകി, മിൻഹു അതിൽ നിന്ന്, ആ പാറയിൽ നിന്ന്, ഇത്നത്ത രണ്ടെണ്ണം. പിന്നെ അഷ്റത്ത, അഷ്റ 10, ഇത്നത്ത അഷ്റ 12 അല്ലെ? 10ഉം 2ഉം, ഇത്നത്ത അഷ്റത്ത 12. എന്താ ഒഴുകിയത്? ഐന് അരുവി. ഇവിടെയാണ് നമ്മൾ ഐനിൽ അരുവി എന്ന് പഠിക്കുന്നത്. നേരത്തെ എന്തായിരുന്നു പഠിച്ചത്? കണ്ണ് എന്ന് പഠിച്ചിരുന്നു. എവിടെ കണ്ണ് പഠിച്ചത്? കണ്ണ്, കാഴ്ച. ഐനുൽ യഖീൻ അല്ലേ? ഐനുൽ യഖീൻ സൂറത്ത് തക്കാസുറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണേറില്ല, കണ്ണ് മാത്രം. കണ്ണേറിന് ഈ വാക്ക് ഉപയോഗിക്കും അല്ലേ? ഇത് ഞാൻ പറയാം. ഇന്നത്തെ അശ്വത്തായിന 12 അരുവികൾ പൊട്ടിയൊഴുകി.
അശ്രത്ത. ഇവിടെ ഐന് സ്ത്രീലിംഗ പദമാണ്, അതുകൊണ്ടാണ് അശ്രത്ത എന്ന് സ്ത്രീലിംഗമായിട്ട് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അശ്രത്ത നല്ല ഒഴുക്കുള്ളൊരു പാചക ശൈലിയാണ്. അരുവി ഇങ്ങനെ പൊട്ടി ഒഴുകുമ്പോഴുള്ള കളകളാരവും പോലെ അത്രയും സുന്ദരമായ പദഘടനയാണ് അത് എന്ന് പറയുന്നു. 12 അരുവികൾ പൊട്ടി ഒഴുകി. അതിന് 12 അരുവി 12 ടാപ്പുകൾ. ഇതിനാണ് കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിരിക്കും. ആണോ? ആള് കൂടുതലായതുകൊണ്ട് എത്ര പേര്? ഒരു ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് 12 അരുവികൾ പ്രായോഗികമായി ഒഴുക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതാണോ കാരണം? അതായിരുന്നില്ല കാരണം. അതിന്റെ കാരണം ഈ ഇസ്രായേൽ സമൂഹത്തിൽ തുടക്കം മുതലേ നിലനിൽക്കുന്ന വംശീയത എന്നല്ല, അല്ലെങ്കിൽ കുടുംബപരമായ ഗോത്രപരമായ പക്ഷപാതിത്വം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് 12 അരുവികൾ ഒഴുകിയത്. ഇസ്രായേൽ എന്ന പേര് ആരുടെ പേരാണ്? യാക്കോബ് നബിയുടെ പേരാണ്. യാക്കോബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. യാക്കോബ് നബിക്ക് എത്ര മക്കളായിരുന്നു? യാക്കോബ് നബിക്ക് 12 മക്കളാണ് അല്ലേ? യൂസുഫ് അലൈഹി ഇസ്ലാമും പിന്നെ 11 മക്കളും. യൂസുഫ് അലൈഹി ഇസ്ലാമിനുള്ള സ്വപ്നമുണ്ടല്ലോ, ആ സ്വപ്നത്തിൽ യൂസുഫ് നബി കണ്ടതെന്ന 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. 11 നക്ഷത്രം എന്ന് പറഞ്ഞാൽ തൻ്റെ 11 സഹോദരങ്ങൾ. സൂര്യൻ വാപ്പ, നക്ഷത്രം ഉമ്മ, അല്ല പിന്നെ ചന്ദ്രൻ ഉമ്മ, അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആ സംഭവമല്ല, അവസാനം യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ രാജാവായ യൂസുഫ് നബിയുടെ മുമ്പിൽ കുടുംബം വന്നു ചേരുന്ന ഒരു സന്ദർഭമാണ്. അതിനെ കുറിച്ചായിരുന്നു സ്വപ്നം. അപ്പോൾ യാക്കൂബ് നബിക്ക് 12 മക്കളാണ്. ആ 12 മക്കളുടെ കുടുംബം പിന്നീട് 12 ഗോത്രങ്ങളായിട്ട് മാറി. ആ 12 ഗോത്രങ്ങളും പല കാര്യത്തിലും ഭിന്നിച്ചു നിൽക്കുകയില്ല. അതുകൊണ്ട് സാധാരണ വെള്ളമെടുക്കുന്ന ബാറ്ററിയെടുക്കുന്ന കല്ലുണ്ടാവില്ലേ, ഞാനാണ് മാത്രം ആദ്യം വെച്ചിട്ട് കല്ലുകൊണ്ടൊക്കെ ഉണ്ടാവും കോർപ്പറേഷൻ സ്റ്റാഫിനെടുക്കൽ എന്ന പോലെ ഇവർ തമ്മിലടിക്കാൻ ഇടയുന്നത് എന്നതുകൊണ്ടാണ് ഒന്നാമതാണ് 12 കല്ലുകൾ ഒഴുക്കിയതെന്ന്. ആ കല്ല് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് കണ്ടുവരുന്നതാണ്. ഖുർആനിലെ ചരിത്രഭൂമികളിലൂടെ യാത്ര നടത്തിയവർ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. വലിയൊരു കല്ല്, ആ കല്ലില് പിന്നെ വെള്ളം ഒഴുകിയതായിട്ടുള്ള അടയാളങ്ങളുണ്ട്. ഇങ്ങനെ കല്ല് ഇങ്ങനെ കുറെ പിന്നെ അരുവികളിൽ ഒഴുകിയതായിട്ടുള്ള അടയാളങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ്. ആ കല്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സംസർഗത്തിൽ മുന്നത്തെ ആശ്രയത്തായില്ല 12 അരുവികൾ കൊടുത്തു. ഈ സംഭവം ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. 1-ാം മാസം ഇസ്രായേൽ സമൂഹം സീനാ മരുഭൂമിയിൽ എത്തി. ഏതാ 1-ാം മാസം? ഇസ്രായേലിയുടെ മോചനം നടന്നത് എപ്പോഴാണ്? ഏത് മാസത്തിലാണ്? നമ്മൾ മനസ്സിലാക്കുന്നത് മുഹറം മാസത്തിലാണ് അല്ലേ? മുഹറമിലാണ് ഇസ്രായേലിയുടെ മോചനം ഉണ്ടായത്. അതുകൊണ്ടാണ് മുഹറം, താസൂഅ, ആശൂറ 9, 10 നമ്മൾ നോമ്പെടുക്കുന്നത് അല്ലേ? സുന്നത്താണല്ലോ, ഇസ്രായേലിയുടെ മോചനമാണ്. അപ്പോൾ 1-ാമത്തെ മാസം എന്ന് പറയുന്നത് മുഹറം മാസമാണ്. 1-ാം മാസം ഇസ്രായേൽ സമൂഹം സീനാ മരുഭൂമിയിൽ എത്തി. ജനം കാദേശ് എന്ന സ്ഥലത്ത് പാർത്തു. സീനാ മരുഭൂമിയിൽ അവർ താമസിച്ച സ്ഥലം കാദേശ് എന്ന സ്ഥലമാണ് എന്ന് ബൈബിൾ പറയുന്നു. കാദേശ് അവിടെയാണ് താമസിച്ചത്. അവിടെ കുടിനീരില്ലായിരുന്നു, കുടിക്കാൻ വെള്ളമില്ല. അവർ മോശയ്ക്കും അഹറോനും എതിരിൽ സംഘം ചേർന്നു. അഹറോൻ എന്ന് പറഞ്ഞാൽ ഹാറൂൻ നബിയാണ്. ഹാറൂൻ നബിയെ ബൈബിൾ പറയുന്നത് അഹറോൻ എന്ന പേരിലാണ്. അവർ സംഘം ചേർന്നു.
ഞങ്ങളും കന്നുകാലികളും ചാകാൻ വേണ്ടിയാണോ മരുഭൂമിയിൽ കൊണ്ടുവന്നത്? അതാണ് അവരുടെ സംസാരത്തിന്റെ സ്റ്റൈലാണ്. ഇങ്ങനെ ഫിറഔന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇവരുടെ സംസാരം നോക്കാം. ഞങ്ങളും കന്നുകാലികളും ചാകാൻ വേണ്ടിയാണോ മരുഭൂമിയിൽ കൊണ്ടുവന്നത്? നശിച്ച ദേശത്ത് കൊണ്ടുവന്നത് എന്തിനാണ്? ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളമോ ഉണ്ടാകാത്ത ദേശം. ഇതൊക്കെയാണ് അവർക്ക് കഴിച്ചിട്ട് ശീലം. ഇങ്ങനത്തെ ഒരു സാധനവും ഇവിടെ ഇല്ല, കുടിനീരും ഇല്ല. അപ്പോൾ രണ്ടുപേരും സമ്മേളന കൂടാരത്തിന്റെ വാതിൽക്കൽ സാഷ്ടാംഗം വീണു എന്ന് പറഞ്ഞാൽ ഇവര് പിന്നെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ കാദേശ പ്രദേശമല്ല, അവിടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇവർ ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ സുജൂദിൽ വീണ് ഈ രണ്ട് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു. മോശയോട് വടിയെടുക്കോ, അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകും പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ തേജസ് അവിടെ പ്രത്യക്ഷമായി. മോശയോട് വടിയെടുക്കോ, സമൂഹത്തെ വിളിച്ചുകൂട്ടി നിങ്ങൾ രണ്ടുപേരും പാറയോട് വെള്ളം തരാൻ ആവശ്യപ്പെടും പറഞ്ഞാൽ വടിയോട്ടടിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് മോശെ വടിയടിച്ചു, വെള്ളം പ്രവഹിച്ചു, ജനം കുടിച്ചു, കന്നുകാലികളും. സാഖ്യപുസ്തകം 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇതിനാണുള്ളത്. അപ്പൊ ഈ സംഭവം ബൈബിൾ ഉദ്ധരിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ 12 കുറവുകൾ പൊട്ടിയൊഴുകി. പിന്നെ അന്ന് അറേബ്യയിലെ മരുഭൂമിയാണല്ലോ, ആ മേഖലയിൽ ഉണ്ടായിരുന്ന യുദ്ധങ്ങളും സംഘടനകളും എന്തിന്റെ പേരിലാണ്? വെള്ളത്തിന്റെ പേരിലായിരുന്നു. ഇനി ലോകത്ത് ഒരു ലോകയുദ്ധം വരികയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടി ആയിരിക്കുമെന്നാണ് പ്രവചനം, അല്ലേ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വെള്ളത്തിന് വേണ്ടിയാകും ലോക യുദ്ധം നടക്കുക എന്നാണ്. എന്നപോലെ അറേബ്യയിൽ പ്രത്യേകിച്ചും വെള്ളം ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ട് വെള്ളത്തിന്റെ പേരിൽ ഗോത്രങ്ങളും കുടുംബങ്ങളും തമ്മിലടിച്ച് സംഘടനത്തിൽ ഏർപ്പെടുക എന്നത് പതിവായിരുന്നു. ബദർ യുദ്ധത്തിൽ അങ്ങനൊരു സംഭവമില്ലേ? വെള്ളം കുടിക്കുന്നു ഞാനേടാന്നിട്ട് പാട്ട് ഓർക്കുന്നില്ലേ? മുൻകൂട്ടി പോയൊരു പാട്ടുണ്ട്, വെള്ളം കുടിക്കുന്നു അവര് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി നടത്തിക്കൊണ്ട് ഈ കിണറിൽ നിന്ന് ആരെങ്കിലും വെള്ളം എടുത്താൽ യുദ്ധം ആരംഭിക്കും എന്ന് പറയുന്ന ഒരു സന്ദർഭമാണ്. എന്ന പോലെ ഇവർക്കിടയിൽ സംഘടനകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കൂടിയാണ് 12 അരുവികൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു കൊടുത്തത്. ആ 12 മക്കളുടെ പേരൊക്കെ തഫ്സീറിൽ നമുക്ക് കാണാം. അങ്ങനെ തീർച്ചയായും അലിമ തിരിച്ചറിഞ്ഞു. കുല്ലു ഉനാസ്, ഓരോ ഗോത്രവും, ഉനാസ് ഇൻസാൻ മനുഷ്യന് പറയാം, അല്ലേ? ഇതിന്റെ ജമഅ് അനാസി എന്നാണ്. അതൊക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അനാസി. പിന്നെ നാസ് എന്നൊരു വാക്കുണ്ട്, മൊത്തത്തിൽ ജനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് നാസ്, ജനം. ഉനാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിലെ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് ഉനാസ്. ഇൻസാൻ മനുഷ്യൻ, നാസ് ജനം. ഉനാസ് പ്രത്യേക ഗോത്രം, പ്രത്യേക വിഭാഗം എന്ന് സൂചിപ്പിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കുക. ഉനാസ് പ്രത്യേക വിഭാഗം, പ്രത്യേക ഗോത്രം, പ്രത്യേക വർഗം എന്നൊക്കെയാണ് ഉനാസ്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പാണ്, അല്ലെ? ഖുർആൻ പഠിക്കുന്ന ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് നമ്മളൊരു ഉനാസാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, വംശീയ ചിന്താഗതി ഇബ്ലീസിൽ നിന്നാണ് ഉടലെടുത്തത്, അല്ലെ? അന ഖൈറും മിൻ, ഞാനാണ് അവനേക്കാൾ ഉത്തമൻ എന്ന് ഇബ്ലീസ് പറഞ്ഞു. അവിടുന്ന് തുടങ്ങിയതാണ്, അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പിന്നെ വളരെ ശക്തമായിട്ട് പറയുന്നില്ലേ ഖുർആൻ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു രീതിയിൽ പന്ത്രണ്ട് ഉണ്ടാക്കുന്ന കാര്യമുണ്ടോ? രീതിയിൽ തന്നെ ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ വിഭാഗീയത
പക്ഷെ അത് ഒരു നന്മ ഉദ്ദേശമായിരിക്കും, സംഘടന ഒഴിവാക്കാനുള്ള ഉദ്ദേശമല്ല. ഇവരെ അല്ലാഹു തആല മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ? ഇവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് അല്ലേ? ഇവർക്ക് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന നാട് ഫലസ്തീനാണ്. ആ ഫലസ്തീൻ അവർക്ക് കീഴ്പ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഫലസ്തീനിൽ വേറൊരു സമൂഹം താമസിക്കുന്നുണ്ട്. അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് വേണം ആ നാട് മോചിപ്പിക്കാൻ. അതിനാവശ്യമായ ധാർമ്മിക ശിക്ഷണം നൽകാൻ വേണ്ടിയാണ് അല്ലാഹു അവരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ അജണ്ട മാറിപ്പോകരുത്, തമ്മിലടിക്കരുത്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം പോരടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ അല്ലാഹു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകും. വംശീയതയ്ക്കെതിരെ ഉണ്ടല്ലോ, മനുഷ്യ സമൂഹം ഒന്നാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ ഖുർആനില്ലേ, നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും അത്ര സൃഷ്ടിച്ചത് എന്നൊക്കെയുള്ള ശൈലിയിൽ ഒരുപാട് ആയത്തുകൾ കാണാം. അത് അലിമ, അവർ തിരിച്ചറിഞ്ഞു. കുല്ലു ഉനാസിൻ, ഓരോ ജനവിഭാഗവും മഷ്റബഹും, മഷ്റബ് പാനസ്ഥലം, ശരിവ കുടിച്ചു. മഷ്റബ് പാനസ്ഥലം, ശരിവ കുടിച്ചു. മഷ്റബ് പാനസ്ഥലം നിയമ ചേർത്ത് പറയുമ്പോൾ സംഭവിക്കില്ല. സജദ നമസ്കരിച്ചു, മസ്ജിദ് നമസ്കാര സ്ഥലം, തണിമ ഭക്ഷിച്ചു, മഖാൻ ഹോട്ടൽ അല്ലെങ്കിൽ ഭക്ഷണശാല. മഷ്റബ് പാന സ്ഥലം എന്ന് പറയാം, വെള്ളം കുടിക്കുന്ന സ്ഥലം. അത് അലിമ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്തു. ഇന്ന ഗോത്രത്തിന് ഇന്ന ടൈപ്പ് എന്ന നിലയ്ക്ക് അവർ തിരിച്ചറിഞ്ഞു. കുല്ലു ഉനാസിൻ, ഓരോ വിഭാഗവും മഷ്റബവും അവരുടെ പാനസ്ഥലവും തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു വെള്ളം കുടിക്കാൻ തുടങ്ങി അല്ലേ? ഇതൊരു മഹാത്ഭുതമാണ്. അല്ലാഹുവിന്റെ മോചനത്തെ നേരിട്ട് അവർ എടുത്തു വെച്ച സന്ദർഭമാണ് ഇവരെടുത്തു പറഞ്ഞത്. എന്നിട്ട് അതോടൊപ്പം അല്ലാഹു അവർക്കൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. കുലു, നിങ്ങൾ ഭക്ഷിച്ചോളൂ, ഒരു കുഴപ്പമില്ല. വഷ്റബു, നിങ്ങൾ കുടിച്ചോളൂ, തിന്നോളൂ, കുടിച്ചോളൂ. ശരിവ പറഞ്ഞല്ല, അതിന്റെ അമ്മ എങ്ങനെ വരാം? ഇഷ്റബ്, ഇഷ്റബ് അമ്രാണ്, നീ കുടിക്കുക. ഇഷ്റബു, നിങ്ങൾ കുടിക്കുക. ഇഷ്റബു, നിങ്ങൾ കുടിക്കുക. കുലു, നിങ്ങൾ തിന്നോളൂ. വഷ്റബു, നിങ്ങൾ കുടിച്ചോളൂ. അത് മനുഷ്യന്റെ പ്രകൃതിപരമായ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായ ഘടകമാണ്. മിൻ റിസ്ഖില്ല, അവിടെ അല്ലാഹു ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. മിൻ റിസ്ഖില്ല, അല്ലാഹുവിന്റെ വിഭവത്തിൽ നിന്നാണ്. ഈ വിഭവം അല്ലാഹു തന്നതാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. എന്തിനാണ് പറയുന്നത്? അവരോട് നന്ദിയുള്ളവരാകണം എന്നതാണ്. റിസ്ഖ്, വിഭവം, ഭക്ഷണം. റിസ്ഖില്ല, അല്ലാഹുവിന്റെ വിഭവം. അല്ലാഹു നൽകിയ വിഭവത്തിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ. ഈ സൂറയുടെ തുടക്കത്തിലുണ്ടായില്ലേ, റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. അപ്പോൾ അല്ലാഹു നൽകിയ റിസ്കിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ. അതൊരു അധ്യാപനമാണ്. ഭക്ഷണം നൽകുന്ന ചെയ്യുന്ന അതാണ്. അല്ലാഹുവിന് നന്ദി കാണിക്കണം. വലാ തഅ്സൗ ഫിൽ അർദി മുഫ്സിദീൻ, അതിര് കവിഞ്ഞു. അതിര് കവിഞ്ഞു. വലാ തഅ്സൗ, നീ അതിര് കവിഞ്ഞു. തഅ്സു, നിങ്ങൾ അതിര് കവിയരുത്. വലാ തഅ്സൗ, തഅ്സു, നീ അതിര് കവിയുന്നു. തഅ്സൗ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാണ്. വലാ തഅ്സൗ, നിങ്ങൾ അതിര് കവിയരുത്. ഫിൽ അർദ്, ഭൂമിയിൽ. മുഫ്സിദീൻ, കുഴപ്പക്കാരായിക്കൊണ്ട് അതിര് കവിയരുത്.
അച്ചടക്കം പാലിക്കാത്ത, ഇത് ശീലിച്ചിട്ടില്ലാത്ത ഒരുതരം അരാജകത്വവാദികളായ ആളുകൾ എന്ത് വിഷയത്തിൻ്റെ പേരിൽ തമ്മിലെടുക്കും അല്ലേ? പ്രത്യേകിച്ച് ഒരു പ്രശ്നം വേണ്ടതില്ല, അത് വെള്ളമെടുക്കുന്ന ടാപ്പിൻ്റെ മുമ്പിലായാലും മതി അവർക്ക് തമ്മിലെടുക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഇത് വലിയൊരു സംഭവമാക്കി മാറ്റാനത് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം വളരെ ചെറുതാണ്, വളരെ നിസ്സാരമാണ്. ഒരു സംസ്കാര സമ്പന്നമായ സമൂഹത്തോടാണെങ്കിൽ നമുക്ക് പറയേണ്ടതില്ല, പക്ഷേ വളരെ പ്രാഥമികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ. കുലൂ വശ്റബൂ ബിറിസ്ഖില്ലാഹി വലാ തഅതൂ ഫിൽ അർദി മുഫ്സിദീൻ. 60. മൂസ അലൈഹിസ്സലാം തൻ്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളത്തിനായി പ്രാർത്ഥിച്ച സന്ദർഭം. അപ്പോൾ നാം പറഞ്ഞു, നീ നിന്റെ വടി കൊണ്ട് ആ പാറയിൽ എടുക്കുക. അങ്ങനെ അതിൽ നിന്ന് 12 അരുവികൾ പൊട്ടിയൊഴുകി. ഓരോ വിഭാഗവും അവരുടെ പാനസ്ഥലം തിരിച്ചറിഞ്ഞു. അല്ലാഹു നൽകിയ വിഭവത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പക്കാരായി അതിന് കവിയരുത്. ഇതിൽ ഇസ്ലാമിൻ്റെ ഒരു പ്രകൃതം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതിപരമായ ആവശ്യങ്ങളെ ഇസ്ലാം ഒരിക്കലും നിഷേധിക്കുന്നില്ല. അത് അല്ലാഹു അവന് നൽകും, അത് അവന് അനുഭവിക്കുകയും ചെയ്യാം. പക്ഷേ അച്ചടക്കം പാലിക്കുന്നതാണ് ഇസ്ലാം ആർപ്പാട് അതിന് ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രകൃതിപരമായ ആവശ്യങ്ങൾ ഒന്നും നിഷേധിക്കുന്നില്ല, പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ക്രമവും വ്യവസ്ഥയൊക്കെ ഉണ്ട്. അത് പാലിക്കാനാണ് ഇസ്ലാം. കേട്ടോ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത വിഷയത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَىٰ طَعَامٍ وَاحِدٍ فَادْعُ لَنَا رَبَّكَ يُخْرِجْ لَنَا مِمَّا تُنبِتُ الْأَرْضُ مِن بَقْلِهَا وَقِثَّائِهَا وَفُومِهَا وَعَدَسِهَا وَبَصَلِهَا قَالَ أَتَسْتَبْدِلُونَ الَّذِي هُوَ أَدْنَىٰ بِالَّذِي هُوَ خَيْرٌ اهْبِطُوا مِصْرًا فَإِنَّ لَكُم مَّا سَأَلْتُمْ وَضُرِبَتْ عَلَيْهِمُ الذِّلَّةُ وَالْمَسْكَنَةُ وَبَاءُوا بِغَضَبٍ مِّنَ اللَّهِ ذَلِكَ بِأَنَّهُمْ كَانُوا يَكْفُرُونَ بِآيَاتِ اللَّهِ وَيَقْتُلُونَ النَّبِيِّينَ بِغَيْرِ الْحَقِّ ذَلِكَ بِمَا عَصَوْا وَكَانُوا يَعْتَدُونَ. ദീർഘിച്ച ആയത്താണ്. ഒരു സംഭവമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു ഉണർത്തുക. മരുഭൂമിയിൽ കഴിയുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഭൗതികമായ പല ആവശ്യങ്ങൾ ഉന്നയിച്ചു. അല്ലാഹു അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അവർ പോരാട്ട വീര്യമുള്ള, വിപ്ലവ വീര്യമുള്ള ഒരു സമൂഹമാകാൻ വേണ്ടിയാണ്. എന്നാൽ അവർ ഭൗതികമായ പല ആവശ്യങ്ങളും ഉന്നയിച്ച് ദുനിയാവിൻ്റെ ആളുകളാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിലൊരു സന്ദർഭമാണ് അല്ലാഹു അവർക്ക് ഭക്ഷണമായിട്ട് ഇതൊക്കെ കൊടുത്തത്. മന്നയും സൽമയും കൊടുത്തിരുന്നു. അപ്പോൾ കുടിക്കാൻ വെള്ളവും കൊടുത്തു അല്ലേ? അതുപോലെ അത് മതി. പക്ഷേ അവർക്ക് വേഗം മടുപ്പ് തോന്നി. രാവിലെ മന്നയും സെൽവയും, ഉച്ചക്ക് സെൽവയും മന്നയും, രാത്രി പിന്നെയും മന്നയും സെൽവയും, ചക്കയും കഴിഞ്ഞു അഞ്ഞും ചക്കയും ഉറങ്ങുന്നത്. ഇതന്നെ തിരിച്ചും മറിച്ചും കഴിച്ചിട്ട് അവർക്ക് വല്ലാത്ത ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മൂസാ നബിയുടെ മുമ്പിൽ അവർ വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. മൂസ, ഇത് തന്നെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളമടിക്കുന്നത്, അതുകൊണ്ട് മെനു ഒന്ന് മാറ്റണം എന്നൊരാവശ്യം ഉന്നയിച്ചു. നേരത്തെ ഞങ്ങൾ ഈജിപ്തിലായിരുന്നപ്പോൾ കഴിച്ച പല സാധനങ്ങൾ എനിക്ക് ഓർമ്മ വരികയാണ്. എന്തൊക്കെ? ഉള്ളി, ചീര, പച്ചക്കറി, പയറ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കുക്കുംബർ, ഇങ്ങനെ പല സാധനങ്ങളും മനസ്സിൽ ഓർമ്മ വന്നിട്ട് വയ്യ.
അതുകൊണ്ട് മെനു മാറ്റണം എന്ന് ആവശ്യപ്പെട്ട സന്ദർഭമാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ പിന്നാലെ തന്നെയാണ് അവർ. അല്ലെ, അവരൊരു ആദർശ സമൂഹമായി മാറിയിട്ടില്ല. ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ട് രംഗത്ത് വരാൻ അവർ സന്നദ്ധരായില്ല. അതുപോലെ അവർക്ക് ഇനി ചെന്നെത്തേണ്ട ഫലസ്തീൻ എന്ന നാട്ടിലെ ആളുകളുമായിട്ട് പോരാട്ടം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശീലനത്തിൽ അവർ ഏർപ്പെടുന്നില്ല. ഇങ്ങനെ വെറും ഒരു പാരമ്പര്യ സമുദായം അല്ല, നമ്മുടെ സമുദായത്തിൻ്റെ പൊതുവെയുള്ള ഒരവസ്ഥയില്ലേ, ദുനിയാവിൻ്റെ പിന്നാലെ ഇങ്ങനെ നെട്ടോട്ട് പോകുന്ന അവസ്ഥയിൽ തന്നെ അവർ മാറിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അധപ്പതന കാരണമായിട്ട് മുഖ്യമായി എടുത്തു പറയുന്നത് ഇത് തന്നെയാണ്. ദുനിയാവിനോടുള്ള അമിതമായ പ്രേമമാണ് അവരെ അങ്ങനെയാക്കി മാറ്റിയത് എന്ന് വളരെ ശക്തമായിട്ട് പറയുന്നത്. അങ്ങനെ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള നിന്ദ്യതയും ദൈന്യതയും അവർക്ക് മേൽ മുദ്രയടിക്കപ്പെട്ടു. മാത്രമല്ല, അവര് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞു, പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞു, അല്ലാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ പണികൾ അവർ ചെയ്തിട്ടുണ്ട്. അവരിലേക്ക് തന്നെ വന്ന അവരുടെ ഗോത്രത്തിൽ പിറന്ന വംശത്തിൽ പിറന്ന പ്രവാചകന്മാരെ വധിച്ചു കളയുന്നിടത്തോളം അവരുടെ ധിക്കാരം വളർന്നതാണ്. അങ്ങനെ അവർ എന്നേക്കുമായിട്ട് ശപിക്കപ്പെട്ട നിന്ദ്യരായ ഒരു വിഭാഗമായി പോയി ഇസ്രായേൽ സമൂഹം എന്ന് ഖുർആൻ ഇവിടെ എടുത്തു പറയുന്നു. പക്ഷേ നമ്മുടെ ചുറ്റുപാടിൽ ആലോചിക്കുമ്പോൾ അവരല്ല രക്ഷാനുള്ളത് അല്ലേ? ലോകം മുഴുവൻ അരുതെന്ന് പറഞ്ഞിട്ടും കണ്ടില്ലേ, ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് അല്ലേ? വളരെ ക്രൂരമായ വംശഹത്യക്ക് വേണ്ടിയാണ് അവർ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ പഠിക്കേണ്ട കാര്യമാണ്. ഇത്രമാത്രം അറബ് രാജ്യങ്ങളും മുസ്ലിം ഭരണാധികാരികളും സമ്പത്തും ലോക ജനസംഖ്യയുടെ 4 വരുന്ന വലിയ ജനവിഭാഗവും ഒക്കെ ഉണ്ടായിട്ടും അരുത് ഒന്ന് വിരലനക്കാൻ പോലും ഈ സമുദായത്തിന് കഴിയുന്നില്ല. ഇന്ന് ആലോചിച്ച് നോക്കിയാൽ ആരാ നിന്ദ്യരായത്? അവരാണ്, നമ്മളാണോ എന്ന് തോന്നും അല്ലേ? അതുകൊണ്ട് നമ്മൾ ഗുരുതരമായി ആലോചിക്കേണ്ട പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെവിടെ നിൽക്കുന്നു, അവരെവിടെ നിൽക്കുന്നു. അന്ന് അവിടെ അമാലിക് എന്ന് പറഞ്ഞിട്ടൊരു ഗോത്ര വിഭാഗമാണ്. പ്രത്യേക മതവിഭാഗമൊന്നുമല്ല. അതെ, എന്ന് പറഞ്ഞാൽ നേരത്തെ യാക്കൂബ് ഇബ്രാഹിം നബിയുടെ ആസ്ഥാനമായിരുന്നു ആണല്ലോ. പിന്നീട് അത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ കയ്യിലും പിന്നെ യാക്കൂബ് നബിയുടെ ആസ്ഥാനമായിട്ട് മാറി. ആ നിലക്ക് ഇസ്രായേൽ സമൂഹത്തിൻ്റെതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും കേവലം ഒരു പതിച്ചു നൽകുന്ന ഭൂമിയല്ല, കുറച്ച് പ്രവാചകന്മാരുടെ പാരമ്പര്യമുള്ള സമൂഹം എന്ന അർത്ഥത്തിൽ ഉണ്ടല്ലോ. ആ നിലക്ക് അല്ലാഹുവിന് വഖഫായ ഭൂമിയാണ്. അതാണ് വിശുദ്ധമായ ഭൂമി ഖുർആൻ എടുത്തു പറയുന്നതാണ്. ഭാരതത്തിന് അള്ളാഹു അനുഗ്രഹിച്ച പ്രദേശത്ത് നിന്ന് പറഞ്ഞതാണ്. ആ കാഴ്ചപ്പാടിലാണ് ഇന്നും അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെതായി മാറുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചരിത്രപരമായിട്ട് പറയുന്നത്. പക്ഷെ പിന്നീട് പല സംഭവങ്ങളും ഉണ്ടായല്ലോ. പിന്നീട് ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്ത് അത് വിമോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് കാണാം. അതുപോലെ പിന്നീട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്തും ഇതുപോലെ തന്നെ വിമോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ചരിത്രപരമായിട്ട് ഇസ്ലാമിക സമൂഹത്തിനാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശം വരുന്നത്. അപ്പോൾ അവര് പ്രവാചകനെ അംഗീകരിച്ച് പ്രവാചകന്മാരെ ഉൾക്കൊണ്ട് ജീവിക്കുകയായിരുന്നെങ്കിൽ അവർ ശരിക്കും ഇന്ന് ഇസ്ലാമിക സമൂഹത്തിന് ഭാഗമാവേണ്ടവരല്ലേ, മറ്റൊരു കക്ഷി ആവേണ്ടവരല്ല. ശരിക്കും ആ ഭൂമിയെ കുറിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫായ സ്ഥലമാണ്. മക്കയും ഹറമുണ്ടല്ല എന്ന പോലെ തന്നെ ഇസ്ലാമിന്റെ ആദ്യത്തെ ഖിബ്ല എന്ന നിലക്ക് ഇസ്ലാമിക സമൂഹത്തിനാണ് അതിൻ്റെ അവകാശം വരുന്നതാണ് ആദ്യമായിട്ട്. ഇന്ന് ക്ലാസ് കുറച്ച് നേരത്തെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പരിപാടികൾ നടക്കേണ്ടതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവന്റെ മാർഗത്തിൽ ധീരമായ നിലപാടുകളെടുത്ത് കാലത്തിന് മുമ്പേ സഞ്ചരിക്കുവാൻ അല്ലാഹു തൗഫീഖ്